കാസർഗോഡ് ജില്ലയിൽ നിർമ്മാണം പൂർത്തിയാക്കും മുൻപ് വീണ്ടും ടോൾ പിരിവിനൊരുങ്ങി ദേശീയപാത അതോറിറ്റി. സർവീസ് റോഡ് ഉൾപ്പെടെ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് പെരിയ ചാലിങ്കാലിൽ ടോൾ പ്ലാസയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് കുമ്പളയിൽ അടച്ചുപൂട്ടിയ ടോൾ പ്ലാസയാണ് ചാലിങ്കാലിൽ അതിവേഗം നിർമ്മാണം പുരോഗമിക്കുന്നത്. ദേശീയപാതയിൽ കാസർഗോഡ് ജില്ലയിൽ ടോൾ പ്ലാസ ആരംഭിക്കുന്ന ചാലിങ്കാലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ സർവീസ് റോഡ് ഉൾപ്പെടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ടോൾ പിരിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി ആരംഭിച്ചിട്ടുള്ളത്. എന്നാലും വലിയ പ്രതിഷേധമാണ് ജനങ്ങളിൽ നിന്ന് ഉയരുന്നത്. നമ്മോടൊപ്പം ഇവിടുത്തെ പ്രദേശവാസികൾ തന്നെ ചേരുന്നു. എന്താണ് നിലവിലെ ഒരു സാഹചര്യം? ഇവിടെ ഇപ്പോൾ ടോൾ പ്ലാസ ആരംഭിക്കാനുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. നാട്ടുകാർക്ക് ഇതിൽ എന്തെങ്കിലും ഒരു വ്യക്തതയുണ്ടോ? ഞങ്ങൾ ഇവിടെ കേട്ടുകേൾവി എന്താണെന്ന് ചോദിച്ചാൽ ജൂൺ 15 ടോൾ ആരംഭിക്കുമെന്നാണ്, പിരിവ് ആരംഭിക്കുമെന്നാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തതയും ഈ ജോലിയെ സംബന്ധിച്ചോ ഇതിൻ്റെ ലേ ഔട്ടിനെ സംബന്ധിച്ചോ ഇല്ല. കാരണം പല ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഓരോ ഉദ്യോഗസ്ഥരും ഓരോ തരം വിശദീകരണങ്ങളാണ് ഞങ്ങൾക്ക് തരുന്നത്. ഒരു പ്രാവശ്യം കണ്ട ഉദ്യോഗസ്ഥനെ രണ്ടാമത് കാണാൻ കിട്ടില്ല. കാരണം ഒരു ജോലി ചെയ്യുമ്പോൾ പുള്ളിയോട് നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾ ഇത് എങ്ങനെയാണ് പോകുകയെന്ന് ചോദിക്കുമ്പോൾ കുറേ ഉറപ്പുകൾ തരും. പക്ഷെ രണ്ടാമത് ആ പുള്ളിയോട് ചോദിക്കാൻ അയാൾ ഉണ്ടാവില്ല. അത് കമ്പനിയുടെ തന്ത്രമാണോ അതോറിറ്റിയുടെ തന്ത്രമാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് നേരത്തെ ഒരു സർവീസ് റോഡിൻ്റെ പണികൾ നടന്നിരുന്നു. കുറച്ചപ്പുറത്ത് വരെ അത് പൂർത്തിയാക്കിയിരുന്നു. അവിടെ നിന്ന് കിഴക്കോട്ടൊരു റോഡുണ്ട്. ഏകദേശം 200ഓളം കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. ആ റോഡിലേക്ക് പോകുന്ന സർവീസ് റോഡ് കട്ട് ചെയ്തിട്ടാണ് ഇപ്പം കംഫർട്ട് സ്റ്റേഷൻ പണിതിരിക്കുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് റോഡില്ല. എന്ന് വെച്ചാൽ തെക്ക് ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള അണ്ടർപാസിലൂടെ തിരിഞ്ഞ് വന്നാൽ പോലും ഈ ഭാഗത്തേക്ക് എങ്ങനെ വരും എന്നതിന് വ്യക്തതയില്ല. ഇതേ അവസ്ഥയാണ് റോഡിൻ്റെ പടിഞ്ഞാറും. ഇപ്പം നടക്കുന്ന ഒരേ ഒരു പണി ഈ ടോൾ ബൂത്തിൻ്റെ ടോൾ പ്ലാസയുടെ പണി തീർക്കുകയാണ്. അവർ സെൻസർ അടക്കം ഫിറ്റ് ചെയ്തു. വടക്കോട്ട് പോകുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ആ ഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു വ്യക്തതയില്ല. ഞങ്ങളുമായിട്ട് ഇവർ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഈ അവസ്ഥയിൽ ഇവർ ടോൾ പിരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നാട്ടുകാരെല്ലാവരും സംഘടിക്കും. നമ്മൾ ഇവിടെ നേരത്തെ ഈ നിർമ്മാണം പൂർത്തീകരിക്കാത്തതുകൊണ്ട് അപകടമുണ്ടായിട്ടുണ്ട്, ആളുകൾ മരണപ്പെട്ട സാഹചര്യമുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. നിലവിലെ ഒരു സാഹചര്യം, നിർമ്മാണം പൂർത്തിയായിട്ടില്ല. പ്രത്യേകിച്ച് ഈ 2ാം റീച്ചാണ് പ്രധാനപ്പെട്ട പ്രശ്നം, ചെങ്കള മുതൽ തളിപ്പറമ്പ് വരെ. ഭാസ്കർ, എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എന്താണ് ഇവരുടെ നീക്കം? ഇനി നാട്ടുകാർ ഇത് ഏത് രീതിയിലായിരിക്കും പ്രതിരോധിക്കുക? നാട്ടുകാരുടെ ആശങ്ക ആദ്യമേ അകറ്റണം. അത് അകറ്റാൻ മാത്രമേ നാട്ടുകാർ സഹകരിക്കൂ. ഇവിടെ മൊത്തത്തിൽ പറഞ്ഞ് നിങ്ങൾക്ക് കാണാം, ഈ തൊട്ടടുത്ത് തന്നെ ഒരു ബസ് മറിഞ്ഞ ഒരാൾ മരിച്ചു. യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത് അപ്പുറത്ത് 2 പേർ മരിച്ചു. ഇതിൻ്റെ പ്രവർത്തനത്തിന്, ഇതിൻ്റെ സാങ്കേതികത്വത്തിനൊക്കെ നമുക്ക് നാട്ടുകാർക്ക് സംശയമുണ്ട്. പക്ഷേ നമുക്കിതിൽ ഇടപെട്ടിട്ട് ആരോട് ചോദിക്കാനോ പറയാനോ ഇല്ല. ഇത് നേരത്തെ ഹംസൊക്കെ പറഞ്ഞ മാതിരി ഓരോ ദിവസം ഓരോ പണിക്കാരും ഓരോ സൂപ്പർവൈസർമാരാണ് വരുന്നത്. നാട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടാകണം. ഹൈവേ വികസനം വരുന്ന പറഞ്ഞ് നാട്ടുകാരുടെ ജീവിതം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിട്ടൊരു വികസനം നാട്ടുകാർക്ക് വേണ്ട. നാട്ടുകാരുടെ വിശ്വാസത്തിലെടുത്ത് ഇവിടുത്തെ ഡ്രൈനേജിൻ്റെ പ്രവൃത്തി, അതുപോലെ തന്നെ മറ്റ് പ്രവൃത്തി, പിന്നെ സർവീസ് റോഡിൻ്റെ പ്രവൃത്തി എല്ലാം പൂർത്തീകരിച്ചാൽ പൂർണ്ണമായും നാട്ടുകാർ ഇതിനുവേണ്ടി സഹകരിക്കും. തലപ്പാടി മുതൽ തളിപ്പറമ്പ് വരെ കാസർഗോഡ് ജില്ലയിലെ 1ഉം 2ഉം റീച്ചാണ്. അതിൽ 1ാം റീച്ച് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ 2ാം റീച്ചിലാണ് മെഗാ കൺസ്ട്രക്ഷനെതിരെ വലിയ ആരോപണമാണ് ഉയർന്നു വന്നത്. പലയിടങ്ങളിലും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. കാലവർഷം ശക്തി പ്രാപിച്ചാൽ പല സ്ഥലത്തും വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ടാകും. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ടോൾ പിരിക്കാനുള്ള നീക്കവുമായി ദേശീയപാത അതോറിറ്റി മുന്നോട്ട് പോകുന്നത്. ഏതായാലും വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. കെ ബി ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.